ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കടന്നു ചെന്നപ്പോ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ടെന്റിൽ നബിയുടെ കൂടെ നിൽക്കാനുള്ള അവകാശം ലഭിച്ച ഒരേ ഒരു സ്വഹാബി അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നാര മകളും മുഅ്മിനീങ്ങളുടെ ഉമ്മയും വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ അവതരിക്കാൻ കാരണക്കാരനുമായ, അതുപോലെ തന്നെ അപാരമായ ബുദ്ധിമതിയും സ്ത്രീകളിലെ ഏറ്റവും വലിയ ആലിമത്തുമായ അപാരമായ ധീരതയും ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പുന്നാര ഭാര്യയായ നമ്മുടെ ഉമ്മയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആ ഉമ്മയെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. ആ ഉമ്മയെ അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. ആ ഉമ്മയെ അനുസ്മരിക്കലും ഓർക്കലുമെല്ലാം ഈമാനിന്റെ വലിയ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലായിട്ട് തന്നെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ആ ഉമ്മാന്റെ പൊരുത്തവും തണലും അല്ലാഹു നമുക്ക് നൽകട്ടെ. അപാരമായ മനഃശക്തിയോടുകൂടെ ജീവിച്ച മഹദിയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ ഏറ്റവും വലിയ പണ്ഡിതയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എത്രത്തോളം എന്നറിയുമോ? ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എല്ലാ ഇൽമുകളും അറിവുകളും കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. പ്രിയമുള്ളവരെ, ലോകത്തെ എല്ലാ സ്ത്രീകളുടെയും ഇൽമ് ഒരു തുലാസിന്റെ ഒരു തലക്കൽ വെക്കുക. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമും അറിവും മറുതലക്കൽ വച്ചാൽ ആ ഇൽമിന് ഏറ്റവും കൂടുതൽ തൂക്കമുള്ള ഇൽമ് അത് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമിനായിരിക്കുമത്രേ. എല്ലാവരുടെയും ഇൽമുകളെ ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് ആ മറുതലക്കല് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ഇൽമു വച്ചാൽ
മഹദിയവറുകളുടെ ഇൽമിനാണത്രേ തൂക്കം കൂടുതലുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ എത്ര വലിയ ഇൽമുള്ള മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഇൽമും അറിവുമെല്ലാം ധാരാളം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. സുബ്ഹാനല്ലാഹ്. ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില ആളുകളെ ശപിച്ചിട്ടുണ്ട്. ആരെയാണ് ശപിച്ചത്? അള്ളാന്റെ റസൂലിന്റെ ശാപം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണോ? ഒരിക്കലും അല്ല. അള്ളാഹുവിന്റെ ശാപം, ഹബീബായ തങ്ങളുടെ ശാപം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ. ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളെ അധിക്ഷേപിച്ചിരിക്കുന്നു, ആക്ഷേപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു റസൂലു, അല്ലാഹുവും അവന്റെ റസൂലും ആക്ഷേപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെയും ഹബീബായ തങ്ങളുടെയും ആക്ഷേപം ഏറ്റുവാങ്ങിയവർ ആരാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ആരാണ്? പുരുഷനോട് സാദൃശ്യമായ സ്ത്രീ, സ്ത്രീകളോട് സാദൃശ്യമായ പുരുഷൻ, പുരുഷനോട് സാദൃശ്യമായ സ്ത്രീ, സ്ത്രീകളോട് സാദൃശ്യമായ പുരുഷൻ, അവർ രണ്ടുപേരും ലഅന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് അവരെ രണ്ടുപേരെയും ശപിച്ചിട്ടുണ്ട്. പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാൻ പാടില്ല, സ്ത്രീകളുടെ വസ്ത്രം പുരുഷൻ ധരിക്കാൻ പാടില്ല. രണ്ട് വിഭാഗത്തെയും അല്ലാഹുവിന്റെ റസൂല് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. പുരുഷന്റെ ജീൻസ് പാന്റ് സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ പുരുഷൻ ധരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെന്താ ഉസ്താദെ, ഒരു പാന്റ് ധരിച്ചാൽ എന്താ, ഒരു ജീൻസ് പാന്റ് ധരിച്ചാൽ എന്താണ്, എന്ത് കുഴപ്പമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? ഇസ്ലാം ഓരോരുത്തർക്കും ധരിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഭക്ഷിക്കാനുള്ളതും നടക്കാനുള്ളതും യാത്ര പോകാനുള്ളതും എല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു പരിശുദ്ധമായ മതമാണ്. ആ മതത്തിൽ ഒരു മെമ്പറായി ജീവിക്കുമ്പോ ആ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. അങ്ങനെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുകയാണോ അവരെ മുസ്ലിമാണെന്ന് പറയാൻ കഴിയൂല. അവർക്ക് ജീവിക്കാം, ഏത് രൂപത്തിലും ജീവിക്കാം. പക്ഷേ മുസ്ലിമായി ഒരാൾ ജീവിക്കുമ്പോൾ ഇസ്ലാം എന്താണോ അതിന് അതിർവരമ്പുകൾ നിശ്ചയിച്ചത്, ആ അതിർവരമ്പുകളുടെ അപ്പുറത്തേക്ക് ഒരു മുസ്ലിം പോകാൻ പാടില്ല. അള്ളാന്റെ റസൂല് വളരെ കണിശമായി പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെയും, അഥവാ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ധരിക്കുന്ന പുരുഷന്മാർ
പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ അള്ളാന്റെ റസൂല് അധിക്ഷേപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആരും നിസ്സാരമായി കാണണ്ട കേട്ടോ. അതൊരു നിസ്സാരമായ കാര്യമല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായി ഒരാള് മരിച്ചു കഴിഞ്ഞു. അയാള് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കണം. ഒരു മുസ്ലിമായി ഒരാൾ മരിച്ചു, മുഅ്മിനായി ഒരാൾ മരിച്ചു എങ്കിൽ അവർക്ക് ശിക്ഷയില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. മുഅ്മിനായി മരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കാതെ ആ തെറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഒരുപക്ഷേ ആ തെറ്റിന്റെ പേരിൽ അല്ലാഹു അയാളെ നരകത്തിലിട്ട് ശിക്ഷിച്ചു എന്ന് വരാം. പക്ഷേ അപ്പോഴും മുഅ്മിനായി മരിച്ചാൽ ഒരു ഭാഗ്യമുണ്ട്. എന്താണ് ആ ഭാഗ്യം? മുഅ്മിനായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാള് ചെയ്ത തെറ്റിന്റെ പേരിൽ നരകത്തിലോ അല്ലെങ്കിൽ സമാനമായ ശിക്ഷയോ നമുക്ക് അല്ലാഹു തന്നു എന്ന് വരാമെങ്കിലും ഒരിക്കൽ എന്തായാലും സ്വർഗത്തിൽ കടക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് തേടേണ്ടത്, അല്ലാഹുവേ നരകമില്ലാത്ത ഒരു മുഅ്മിനായ മരണത്തിന്റെ ഒരു അവസ്ഥ, അല്ലാഹുവേ നരകത്തിൽ കടക്കാതെയുള്ള ഒരു സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മുഅ്മിനായി മരിച്ചു കഴിഞ്ഞാൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മനസ്സിലായില്ലേ? എന്നാൽ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ ഹബീബായ തങ്ങളുടെയും ലോകത്തെ നിയന്ത്രിക്കുന്ന നാഥനായ റബ്ബിന്റെയും ശാപം ഏറ്റുവാങ്ങി ഒരാള് മരണപ്പെട്ടാൽ അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. മുഅ്മിനായി അയാൾക്ക് മരിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ ശാപം, ഹബീബായ തങ്ങളുടെ ശാപം, അത് വലിയ വിഷയമല്ലേ? വലിയ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണേ. അപ്പൊ നിസ്സാരമായൊരു കാര്യമല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, ഉസ്താദേ പുരുഷന്മാരെ വസ്ത്രം ധരിച്ചാൽ എന്താ, ജീൻസ് പാന്റ് ധരിച്ചാൽ എന്താ, പുരുഷന്മാരുടെ വസ്ത്രം ഞാൻ അണിഞ്ഞാൽ എന്താ എന്നൊരു പക്ഷേ നമ്മൾ ചോദിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഒരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈമാൻ കിട്ടാതെ മരിക്കും. അള്ളാന്റെ റസൂലിന്റെ ശാപം എന്ന് പറയുന്നത് അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അയാളിന് മുഅ്മിനായി മരിച്ചിട്ടുണ്ടെങ്കിലും അള്ളാന്റെ റസൂലിന്റെ ശാപം ഏറ്റുവാങ്ങിയ ആളാണോ അയാൾക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയൂല. എന്ന് മാത്രമല്ല, അയാള് കാലാകാലം നരകത്തിലാണ്. മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ്, കാലാകാലം അവർ നരകത്തിലാണ്. സ്വർഗം അവർ സ്വപ്നം കാണേണ്ടതില്ല. അതുകൊണ്ട് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ അങ്ങനെ സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രം മാത്രമേ സ്ത്രീകൾ ധരിക്കാവൂ. അത് ധരിച്ചാ മതി. അതന്നെ ധാരാളം ധരിക്കാനുണ്ട്.
ഏതൊക്കെ രൂപത്തിലും ഏതൊക്കെ ഭാവങ്ങളിലും സ്ത്രീകൾക്ക് അവരുടെ ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇന്ന് ധാരാളം സൗകര്യങ്ങളുണ്ട്. പല രൂപത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. എന്നാൽ ഒരിക്കലും പെങ്ങളെ, സഹോദരി, ഒരു പുരുഷന്റെ വസ്ത്രം നീ ധരിക്കരുതേ. ഉസ്താദേ, എന്റെ കോളേജില്, എന്റെ ക്യാമ്പസില് ഇന്നാലിന്ന കുട്ടികള് അതേ സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നുണ്ട്. എനിക്കെന്തേ ധരിച്ചാല് എന്ന് നീ ചിന്തിക്കല്ല പെങ്ങളെ. നിന്റെ ഖബറിലേക്ക് ആരും വരൂല, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മളെ ജീവിതകാലത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലാതെ വേറൊരു വസ്ത്രവും ധരിച്ചുകൂടാ. മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരാളതെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് വന്ന് സംശയം ചോദിക്കുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് ലോകത്തെ പഠിപ്പിച്ചത്. പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കുന്നതും സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാര് ധരിക്കുന്നതും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയാണ്. അപ്പ ആയിഷ ഉമ്മയോട് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ ഉമ്മ, അതേ പുരുഷന്മാരുടെ ചെരുപ്പ് സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ലേ? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയല്ലേ, വലിയ ആലിമത്തല്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചെരുപ്പും ധരിക്കാൻ പാടില്ല. പുരുഷന്റെ ചെരുപ്പ്, പുരുഷൻ ധരിക്കുന്ന ഷൂ സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. പുരുഷന്മാര് അതെ സ്ത്രീകൾ ധരിക്കുന്ന ചെരുപ്പ്, സ്ത്രീകൾ ധരിക്കുന്ന ഷൂ അത് പുരുഷന്മാരും ധരിക്കാൻ പാടില്ല. അവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. വ്യാപകമല്ലേ ഇന്ന്? എല്ലാവരും സ്ത്രീകൾ അതേ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ചെരുപ്പുകൾ ധരിക്കുകയാണ്, ഷൂ ധരിക്കുകയാണ്. പെങ്ങളെ, നിങ്ങൾക്ക് ധരിക്കാനുള്ള ഒരു ചെരുപ്പും നിങ്ങൾക്ക് ധരിക്കാനുള്ള ഷൂവും അതേ വിപണിയിൽ സുലഭമായി ലഭിക്കുന്നതാണ്. പക്ഷേ അതിന് പകരം നീ സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കല്ല. ഇപ്പോഴൊരു മോഡലുണ്ട്. എന്താണ് ആ മോഡല്? സുബ്ഹാനല്ലാഹ്, ഞെരിയാണിക്ക് മുകളില് ഒരു ടൈറ്റ് ഫാന്റ് ധരിക്കുകയാണ്, എന്നിട്ടൊരു ഷൂ. സുബ്ഹാനല്ലാഹ്, ഈ ഞെരിയാണിയുടെ ഭാഗം മറക്കേണ്ട ഭാഗമല്ലേ? നിര്യാണിക്ക് മുകൾ ഭാഗം, ആ ഭാഗം പുരുഷന്മാരുടെ മുന്നിൽ തുറന്നു വെക്കാമെന്ന് ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത്? ആരും സമ്മതം തന്നിട്ടില്ല. പുതിയ മോഡലാണ്. നിര്യാണിക്ക് മുകളിൽ ഫാന്റ് ധരിക്കുക, എന്നിട്ട് നിര്യാണിയുടെ ആ ഭാഗം പ്രദർശിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ഒരുതരം ടൈറ്റ് ഫാന്റ്, അത് തണ്ടങ്കാല് വരെ ഉണ്ടാവും, അവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല. പിന്നെ ഒരു ഷൂ, എന്നിട്ട് അതിന്റെ മുകളിൽ പേരിന് ഒരു പർദ്ദ പോലത്തെ ഒരു സാധനവും. സുബ്ഹാനല്ലാഹ്, വെറുതെ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മൾ വേഷം കെട്ടാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീൻ എന്ത് വേഷമാണോ നമ്മളോട് പറഞ്ഞത്
ആ വേഷമല്ലാത്ത വേറെ ഒരു വേഷവും നമ്മൾ ധരിക്കാൻ പാടില്ല. നിനക്കിന്നൊരു പക്ഷേ നല്ല ആരോഗ്യമുണ്ടാകും, അല്ലേ? കാലിന്റെ തണ്ടങ്കാല് വരെ ഫാൻറ് ഇട്ടിട്ട് ഒരു ഷൂവും ധരിച്ചിട്ട് അങ്ങാടികളിലൂടെ നടക്കാൻ ഒരുപക്ഷെ നല്ല ആവേശമുണ്ടാകും. കല്യാണമാകുന്ന കല്യാണങ്ങൾക്കും സൽക്കാരമാകുന്ന സൽക്കാരങ്ങൾക്കുമെല്ലാം അങ്ങനെയുള്ള വസ്ത്രമിട്ട് പോകാൻ ഒരുപക്ഷെ വലിയ ആവേശവും വലിയ ആനന്ദമൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടാകും. പക്ഷേ ഈ ജീവിതം ഒരു ദിവസം അവസാനിക്കാനുള്ളതാണ്. തണ്ടങ്കാലിന്റെ ആ നിന്റെ നെരിയാണിക്ക് മുകളിൽ നീ ധരിച്ച ആ വസ്ത്രമിട്ട ശരീരമുണ്ടല്ലോ, ആ ശരീരവുമായിട്ടാണ് പെങ്ങളെ, പൊന്നുമോളെ, ഖബറിലേക്ക് പോകാനുള്ളത്, മഹ്ശറയിലേക്ക് പോകാനുള്ളത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നീ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കല്ല. ചില ഉമ്മമാര്, ചില രക്ഷിതാക്കള് യാതൊരു നാണവുമില്ലാതെ സ്വന്തം മക്കൾക്ക് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. വേണ്ട ഉമ്മ, വേണ്ട പെങ്ങളെ, നിനക്കൊന്ന് തണ്ടങ്ങാല് കാണിച്ചാൽ, നിനക്കൊന്ന് ഷൂ ഇട്ടിട്ട് ആ ഔറത്തൊന്ന് കാണിച്ചാൽ എന്ത് ഗുണമാണ് നിനക്ക് ലഭിക്കുന്നത്, എന്ത് ഖൈറാണ് നിനക്ക് ലഭിക്കുന്നത്. വിപണിയിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങള് സുലഭമാണ് എന്ന് വെച്ചിട്ട് നമ്മളത് ധരിക്കാനുള്ളവരാണോ? അല്ല, അല്ല. അവരെ അള്ളാന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ശപിച്ചവര് ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ഒരുപക്ഷേ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അതേ സമയത്ത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ അള്ളാഹുവിനെ പേടിച്ച് ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച് മുത്തു റസൂലുള്ളാഹി തങ്ങളും ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയും എന്താണോ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്, ആ വസ്ത്രവിധാനങ്ങളെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ അൽഹംദുലില്ലാഹ്, ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്റെ പേരിൽ അള്ളാഹു നമ്മളെ നാളെ നരകത്തിലിട്ട് ശിക്ഷിച്ചാൽ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സ്വർഗത്തിലേക്ക് എന്തായാലും അള്ളാഹു നമ്മളെ കൊണ്ടുപോകുമേ. അതുകൊണ്ട് നരകത്തിലെ ഒരു സെക്കൻഡ് നമുക്ക് സഹിക്കാൻ കഴിയോ? അത് കഴിയൂലട്ടോ. നരകത്തിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് സഹിക്കാൻ കഴിയൂല. ഒരു സെക്കൻഡ് പോലും. അതുകൊണ്ട് റബ്ബിനോട് തേടണം നരകപ്രവേശനമില്ലാത്ത സ്വർഗം, നരകത്തിൽ കടക്കാതെയുള്ള സ്വർഗം. അല്ലാഹുവേ, ഞങ്ങളെ മദനീയം കുടുംബത്തിന് നീ നൽകണേ അല്ലാഹ്. ചില വിഷയങ്ങള് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. മഹദിയായ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠങ്ങളാണ്, വലിയ പാഠങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണോ? അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. എന്നിട്ട് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ അള്ളാഹുവിനെ പേടിച്ച് ഹബീബായ തങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഈമാനോടുകൂടെ ജീവിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ലോകത്തെ സ്ത്രീകളിൽ വെച്ച ഏറ്റവും വലിയ പണ്ഡിതയാണ്.
അതുകൊണ്ട് തന്നെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ഇൽമ പഠിക്കാൻ വരാറുണ്ടായിരുന്നു. ഇൽമ പഠിക്കാൻ വരാറുണ്ട്. മാത്രവുമല്ല ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പലപ്പോഴും കഴിഞ്ഞത് ഇരുട്ടിൽ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇരുട്ടിലാണ് കഴിഞ്ഞത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ചോദിച്ചില്ലേ, ആയിഷ ഉമ്മ എന്തിനാണ് ഇരുട്ടിൽ കഴിയുന്നത്? വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല, വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ഒരു സൂചി താഴെ വീണുപോയില്ലേ? സുബ്ഹാനല്ലാഹ്, ഇരുട്ടത്താണ്. അതേ ആകെയുള്ള വിളക്ക് കെട്ടുപോയി. ആ ഇരുട്ടിൽ സൂചി താഴെ വീണപ്പോ സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂൽ അങ്ങോട്ട് കടന്നു വന്നത്. ആ ഇരുട്ടിൽ നിന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ സൂചി കണ്ടെത്തുകയാണ്. ഇന്നാ ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി, വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദി പലപ്പോഴും ഇരുട്ടിലാണ് കഴിഞ്ഞത്. എന്തേ ആയിഷ ഉമ്മ നിങ്ങൾ ഇരുട്ടിൽ കഴിയുന്നത്? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അല്ലയോ സഹോദരി, ആ ഇരുട്ടിൽ കഴിയുന്നത് വിളക്കിലേക്ക് ഒഴിക്കാനുള്ള എണ്ണ വാങ്ങാനുള്ള ക്യാഷ് കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ആ വീട്ടിൽ പട്ടിണിയാണ്. ഒരു ദിവസം ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയായിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കുറഞ്ഞ ദിർഹമുകൾ കയ്യിലേക്ക് കിട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ ആ ദീനാറുകളെ വരുന്നവർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും കൊടുക്കന്നെ, എല്ലാവർക്കും നൽകന്നെ. സുബ്ഹാനല്ലാഹ്, കയ്യിലേക്ക് കിട്ടിയ പണം ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അത് സ്വതക്ക ചെയ്യുന്നു. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വരുന്നവർക്കെല്ലാം ആ ദിർഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പരിചാരിക ചോദിക്കുന്നത്, ആയിഷ ഉമ്മ, വൈകുന്നേരമായപ്പോ പണമൊക്കെ തീർന്നുപോയി. ഈ പരിചാരിക ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ ഉമ്മ, ആ ഉള്ള പണത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങള് വിഭവങ്ങള് വാങ്ങാമായിരുന്നല്ലോ, തയ്യാറാക്കാമായിരുന്നല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് മറുപടി പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കയ്യിലേക്ക് ആ പണം തന്നപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി, എനിക്കതൊന്നും ഓർമ്മ വന്നില്ല.
എനിക്ക് ആ പണം എങ്ങനെയെങ്കിലും പാവപ്പെട്ടവർക്ക് നൽകണമെന്ന ഒരു ചിന്ത മാത്രമേ എന്റെ കൽബില് ഉണ്ടായിരുന്നുള്ളൂ. ആരാണല്ലേ? ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. ജീവിതം കൊണ്ട് അത്ഭുതം തീർത്ത മഹദിയാണ്. ലോകത്തെ എല്ലാവർക്കും വലിയ പാഠമായ ഉമ്മയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ഏത് യാത്രകളിലും കൂടെ ഉണ്ടാകുമായിരുന്ന മഹദിയായിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലയും വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലയും വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് യാത്ര പറഞ്ഞതെങ്കിൽ ആ ഉമ്മയുടെ ഒരു ഭാഗ്യം നോക്കൂ നിങ്ങള്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലല്ലേ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എനിക്ക് അല്ലാഹു തന്ന വലിയ സന്തോഷം. വഫാത്തിന്റെ അവസാന സമയം എന്റെ ഉമനീരും ഹബീബായ തങ്ങളുടെ ഉമനീരും ഒന്നായിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയങ്ങളിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ആയിഷ ഉമ്മയുടെ സഹോദരനായ അബ്ദുല്ലാഹി ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു അതെ അങ്ങോട്ട് കടന്നു വരികയാണ്. ആ മഹാനവറുകളുടെ കയ്യില് ഒരു മിസ്വാക്കുണ്ട്, പല്ല് തേക്കുന്ന മിസ്വാക്ക്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ശ്രദ്ധിച്ചു നോക്കി, അല്ലാഹുവിന്റെ റസൂല് അതേ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പല്ല് തേക്കുന്ന ആ മിസ്വാക്കിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ്. കണ്ടപ്പോ ഞാൻ എൻ്റെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ആ മിസ്വാക്ക് ആവശ്യമുണ്ടോ നബിയേ? ഉണ്ട് എന്ന രൂപത്തില് അള്ളാന്റെ റസൂല് തല ഇങ്ങനെ ആട്ടി. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ ആ മിസ്വാക്ക് കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ മിസ്വാക്ക് ഞാൻ എൻ്റെ വായയിൽ വെച്ച് ഒന്ന് കടിച്ചിട്ട് അതിനെ നൈർമല്യമുള്ളതാക്കി മാറ്റി, അതിനൊന്ന് സോഫ്റ്റ് ആക്കി. ബ്രഷ് അല്ലെങ്കിൽ മിസ്വാക്ക് ഹബീബായ തങ്ങളുടെ വായിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ലോലമാക്കി എന്റെ വായ കൊണ്ട് കടിച്ച് അതിനെ ഞാൻ സോഫ്റ്റ് ആക്കിയിട്ട് എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ വായയിലേക്ക് ഞാനത് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് വഫാത്തിന്റെ അവസാന സമയം എന്റെയും എന്റെ ഹബീബായ തങ്ങളുടെ തുപ്പുനീരും ഒന്നായിട്ടുണ്ട്.
അതെനിക്ക് അല്ലാഹു തന്ന ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്. എത്രയെത്ര ജീവിതങ്ങളുടെ വലിയ അടയാളപ്പെടുത്തലുകളാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. ഹബീബായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെയും ജീവിതം ലോകത്തെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും വലിയ പാഠവും കൂടിയാണ്. ഞാൻ കൂടുതൽ ഞെട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ദുആ ചെയ്യണം. അതുപോലെ മഹദിയായ ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ പേരിലും രണ്ടുപേരുടെയും പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ ഓതണം. നാളെ നമ്മുടെ ഇതേ